ഹലോ ഗായ്സ്, രാവിലെ തന്നെ രണ്ട് മനസ്സോടെയാണ് ഞാൻ എണീറ്റ്. കോളേജിൽ പോകണോ വേണ്ടേ എന്നുള്ള മനസ്സിൽ അങ്ങനെ എണീറ്റപ്പോഴത്തേക്ക് ഇപ്പുറത്ത് കിടത്തിയിരുന്ന അവളിതാ തെറിച്ചിപ്പുറത്ത് വന്ന് കിടക്കുന്നു. രാവിലെ തന്നെ ഇവിടെ ടി വിയും കാര്യങ്ങളൊക്കെ ഇട്ടേക്കും. പെട്ടെന്ന് ഞാൻ ഒരുങ്ങി ഫ്രഷായിട്ട് കുളിച്ചില്ല, അല്ലാതെ മേല് കഴുകി പെട്ടെന്ന് ഇതാക്കി കോളേജിൽ പോയി. കാരണം ഇൻട്രോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. നേരെ കോളേജ് വന്നപ്പോൾ ഞാൻ മാത്രമേ വന്നോളായിരുന്നു. ഇവിടെ കർബലയെന്ന് പറഞ്ഞു. പിന്നെ അവളെ അവിടെ ഇരിപ്പായി. കറക്റ്റ് 9 മണി ആയപ്പോഴത്തേക്ക് അവൾ വന്നു. അവൾ നടന്നു വരുന്നതിൻ്റെ വീഡിയോ അവൾ അറിഞ്ഞില്ല ഞാൻ എടുത്തത്. പിന്നെ ഞാനും അവളും കൂടെ അവിടെ ഇരിക്കുമായിരുന്നു. ഇവളെ നിള ബേബി എന്നും പറഞ്ഞ് കളിയാക്കുന്നതിന് വിളിക്കുന്നതിന് ക്ലാസ്സിലെ എല്ലാവരും ഇവളാണോ ബേബി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പിന്നെ അവിടെ പ്രെയർ കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം എണീറ്റൊക്കെ നിന്ന് പിന്നെ ഞാനും അവളും കൂടെ നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പം വഴി വെച്ച് ആദിത്യയെ കണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആദിത്യമായിട്ട് കുറേ നേരം അവൾ എന്താണ്ടൊക്കെ സംസാരിച്ച് പിന്നെ ഞാനും അവളും കൂടെ നേരെ ക്ലാസ്സിൽ പോയി. ഫസ്റ്റ് പീരീഡ് രേഖാ മിസ്സായിരുന്നു. സൈഡിൽ കൂടെ പോകുന്നത് മീനാക്ഷി. പിന്നെ രേഖാ മിസ്സിൻ്റെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ വർഷയും ഗീതും കൂടെ നിന്ന് അറ്റൻഡൻസ് എടുക്കും. ഇത് അവളുമാർ അറിഞ്ഞില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അയ്യോ, അങ്ങനെ അവളുമാർ അറ്റൻഡൻസൊക്കെ എടുത്ത് ഫസ്റ്റും സെക്കൻഡും പീരീഡ് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോയാണ്. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് സേതു മിസ് വന്ന് സെക്കൻഡ് പീരീഡ് ലക്ഷ്മി മിസ്സുമായിരുന്നു. അങ്ങനെ മിസ്സൊക്കെ വന്ന് ഇത് അൺഎക്സ്പെക്റ്റഡായിട്ട് വർഷയുടെ വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞ് അവളെ വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയതാണ്. പിന്നെ സെക്കൻഡ് പീരീഡും കഴിഞ്ഞ് പിന്നെ തേർഡ് പീരീഡ് നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ എണീറ്റ് പുറത്തോട്ട് പോയായിരുന്നു. അങ്ങനെ അതിന് മുന്നേ ആ തേർഡ് പീരീഡ് ക്ലാസ് ഇല്ല എന്നറിയുന്നതിന് മുമ്പേ അശ്വതി നിളയോട് പറയുന്നത്, നീ ഇനി ലീവ് എടുക്കരുത്, എനിക്ക് വയ്യ ഇവരുടെ നോക്ക് കിട്ടാൻ. അപ്പോഴത്തേക്ക് നിള പറയും, എന്തുവാടി പാവം കൊച്ചിനെ എങ്ങനെ ഇട്ട് ഊക്കുന്നേ എന്നും പറഞ്ഞ് ഞങ്ങളവിടെ സംസാരിക്കും. പിന്നെ സെക്കൻഡ് പീരീഡ് മിസ് വന്ന് പഠിപ്പിച്ചിട്ട് പോയി. തേർഡ് പീരീഡ് ക്ലാസ് ഇല്ലെന്ന് അറിഞ്ഞപ്പം വേറെ സ്റ്റുഡൻസ് നമ്മളെ ക്ലാസ്സിലോട്ട് വന്നായിരുന്നു. അങ്ങനെ പിന്നെ അവർക്ക് കയറിയിരുന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ ബാഗും എല്ലാം ആയിട്ട് പുറത്തോട്ട് പോയി. ഞാനും നിളയും നിമിഷയും അഭിതയും നിമിഷയും വന്നായിരുന്നു. അവരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആണ്ടിരിക്കുന്നു എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളങ്ങനെ പുറത്തിരുന്നു. പിന്നെ സംസ്കൃതം പഠിപ്പിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, കാരണം വിഷയമില്ലായിരുന്നു. പിന്നെ എല്ലാ ദിവസവും സംസ്കൃതം കൈവച്ചേക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇതാ ഇന്നത്തെ താരം. എൻ്റെ പൊന്നോ, ഇതിന് മുന്നേ ഞാനും നിളയും സാൻഡ്വിച്ചും അഭിത മറ്റേ കട്ട്ലറ്റും കഴിച്ചു. അത് കഴിഞ്ഞ് ബാക്കി 50 രൂപ ഞങ്ങളായിരുന്നു. അപ്പോൾ എന്തോ വേണമെന്ന് ചോദിച്ചപ്പം ആകെപ്പാടി ഇത് ഒറ്റൊരെണ്ണം ഇരുന്നു. ഇതെന്തോ സംഭവം എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ത്വരയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നിളബേബി പറഞ്ഞെടി ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ടിഷ്യൂ പേപ്പറിൻ്റെ അവസ്ഥ ചെയ്ത് നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും തിന്നിട്ട് അനങ്ങാൻ പോലും വയ്യായിരുന്നു. അത്രയ്ക്ക് എന്തോ നോർമൽ ടേസ്റ്റ് ഉണ്ട്. മേളിൽ ഓട്സിൻ്റെ ഒരു ഇതാണ് വരുന്നത്, ക്രിസ്പിനെസ് ആയിട്ടുള്ള ഭാഗം വരുന്നത്. അകത്ത് നല്ല എരിവുണ്ടായിരുന്നു. ചിക്കൻ്റെ ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വയ്യ, ഞങ്ങൾക്ക് അത്രയ്ക്ക് വയറ് നിറഞ്ഞു പോയി. പിന്നെ ഇതൊക്കെയായിരുന്നു ഫുഡ്. നിമിഷയുടെ ഞാൻ എടുത്ത് അത് കട്ട് ചെയ്തതാണ്. അപ്പോൾ അവൾ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത്. അങ്ങനെ പിന്നെ ഞാനും നിളയും പെട്ടെന്ന് കൈ കഴുകാൻ വെളിയിലോട്ട് ഇറങ്ങി. പിന്നെ അവളുമാരെ കാത്തുനിന്ന് അവളുമാരപ്പോഴേ വന്നു. പിന്നെ നമ്മൾ 4 പേരും കൂടെ കൈ കഴുകാൻ വേണ്ടി, ഇത് ക്യാൻറ്റീൻ അറിയാമല്ലോ, കൈ കഴുകാൻ വേണ്ടിയിട്ട് കൈ കഴുകുന്ന പൈപ്പിൻ്റെ ചോട്ടിലോട്ട് പോവാം. ഇതാ അഭിത നാണ്ട കൈ കഴുകിയിട്ട് വരുന്നു. നിങ്ങളതാ കമന്ന് നിന്ന് കൈ കഴുകുന്നു. നിമിഷം അവിടെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകി നേരെ ക്ലാസ്സിലൊന്നും വന്നില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ കറങ്ങിയൊക്കെ നടന്നിട്ട് വീണ്ടും വർഷയുടെ എടുത്ത് ഇതാക്കി. ഇതാ വർഷ തിരിഞ്ഞിരുന്ന് ഫോണിൽ സംസാരിക്കും. വീണ്ടും വർഷയുടെ ഫോട്ടോയിലെ വീഡിയോ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് അവളുമാർക്ക് 3 ടോയ്ലറ്റിൽ പോകണമായിരുന്നു. ഒരുപാട് നേരം ഞാൻ പോസ്റ്റ് അടിച്ചിരുന്നു. ഇവളുമാർ 3 പേരും ടോയ്ലറ്റിൽ പോയാൽ അതിനകത്ത് എന്തുവാ താമസിക്കാൻ പോകുന്ന കൂട്ടാ, 1 മണിക്കൂർ അരമണിക്കൂർ അതിനകത്ത് അങ്ങ് നിൽക്കും. അങ്ങനെ ഒരുപാട് നേരം ഞാൻ പോസ്റ്റ് അടിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ കാല് കഴിച്ച് എനിക്ക് പോയി ഇരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഇരുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടെ വന്നിരുന്ന് ഫോട്ടോ എടുപ്പായി. പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ഗ്രൗണ്ടിൽ ഇവിടെ ഫ്രണ്ടിലായിട്ടൊന്നും അധികം ആളില്ല, കാരണം അങ്ങ് ഏറ്റവും ഫ്രണ്ടിലെ ആളുകൾ മൊത്തം ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സേതു മിസ് വന്ന് സേതു മിസ് ക്ലാസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് വെള്ളമില്ലായിരുന്നു നമുക്ക് കുടിക്കാൻ. പിന്നെ ഞാനും നിളയും കൂടെ വെള്ളം എടുക്കാൻ വേണ്ടി കൂളറിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ പക്ഷേ തണുപ്പ് വെള്ളം ഇല്ലായിരുന്നു ഗൈസ്. ഞങ്ങൾ ചതിച്ചു. 2 ഒരെണ്ണക്കിരിക്കുകയാണ്. ഈ കൊച്ചു കുപ്പി അശ്വതിയുടെ കുപ്പിയാണ്, മറ്റേത് നിളയുടെ കുപ്പി. നമുക്ക് വെള്ളം കിട്ടി ഗായ്സ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ 2 കൂടെ തുള്ളിച്ചാടി വരുന്നത്. അപ്പോൾ സാറായിരുന്നു. അങ്ങനെ സാറ് ക്ലാസ്സിൽ കയറി പഠിപ്പിച്ച് ഇന്ന് ഒരു ഗ്രാമർ പോലെ ആയിരുന്നു എടുത്തത് കേട്ടോ. ഞങ്ങളെല്ലാം കിടിയും പറഞ്ഞിരിക്കുക വൈകുന്നേരം ആയതുകൊണ്ട്. പിന്നെ അതും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. ബൈ.